ഹായ് ഹലോ. അപ്പോൾ ഇത് തിരുവനന്തപുരത്തു നിന്ന് നമ്മുടെ തമിഴ്നാട് ചെങ്കോട്ടയിലേക്ക് ഒരു യാത്ര തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം കിടിലം ബസ് സ്റ്റാൻഡാണ്. ഒരിടത്തും കാണാത്തത്ര വേസ്റ്റ് ഇവിടെ ഉണ്ട്. എന്തായിരുന്നാലും കൊള്ളാം, നൈസായിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗമൊക്കെ നല്ല ലൈറ്റ് ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പുറവ് ഭാഗം പട്ടി കണ്ട വെള്ളം കുടിക്കാത്ത രീതിയിലാക്കിയിട്ടിട്ടുണ്ട്. ശരി, എന്തായിരുന്നാലും അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. ആ ബിൽഡിങ്ങൊക്കെ നോക്കി എന്താ ഭംഗി. ബിൽഡിങ്ങിൻ്റെ താഴെ കണ്ടു കഴിഞ്ഞാൽ എന്തായിരുന്നാലും ഞങ്ങൾ വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കാൻ വേണ്ടി കയറി. സ്വന്തം സ്ഥലമായിട്ട് പറയും എല്ലാം മഹാമോശം. തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിൻ്റെ സൈഡുള്ള ഒരു ഹോട്ടലിലും കയറാതിരിക്കുന്നതാണ് നല്ലത്. വൃത്തിഹീനമായിട്ടുള്ള സ്ഥലങ്ങളാണ്. പിന്നെ അതിനിടയിൽ മാമനും മോളും കൂടെ അവിടെ അടിയൊക്കെ കൂടുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വിശപ്പുകൊണ്ട് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പതുക്കെ കഴിച്ചു തുടങ്ങി. ഓർഡറൊക്കെ കൊടുത്തിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫുഡ് മഹാമോശമായിരുന്നു. കാരണം 2 ചെറിയ ചിക്കൻ പീസിനൊക്കെ 100 രൂപയാണ് അവർ പറഞ്ഞിരുന്നത്. ചേട്ടൻ കുറച്ച് ദേഷ്യം വന്നു, ചേട്ടൻ കുറച്ച് ദേഷ്യമൊക്കെ പെട്ടവിടുന്ന്. എന്തായിരുന്നാലും കഴിച്ചിറങ്ങിയപ്പോഴും ഇതേ കാഴ്ച തന്നെയാണ് വീണ്ടും കണ്ടത്. വളരെ മോശം, വളരെ മോശം. തിരുവനന്തപുരം മെയിൻ സിറ്റിയാണെന്ന് പറയാൻ തന്നെ നാണക്കേടാവും. അങ്ങോട്ടൊക്കെ നോക്കിയാൽ ഈ സൈഡിലാണ് ഈ വീഡിയോ എടുത്തതിൻ്റെ പിറ്റേ ദിവസമാണ് ജോയി എന്ന് പറയുന്ന ഞങ്ങൾ ആ കോഫി ഹൗസിൻ്റെ പുറകു ഭാഗത്തായിട്ട് വീണ് മരിച്ചേക്കുന്നത്. അപ്പോൾ ആലോചിച്ചോണം. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. ബസ്സിനകത്താണെങ്കിൽ പറയണ്ട, കാരണം ഡ്രൈവർ ഹെഡ്സെറ്റൊക്കെ വെച്ചായിരുന്നു ബസ് ഓടിച്ചുകൊണ്ടിരുന്നത്. ഇത് മനസ്സിലായി കാണുമല്ലോ, നമ്മൾ ട്രിവാൻഡ്രം സിറ്റി തന്നെയാണ്. മെയിൻ മന്ത്രിമാർ പോകുന്ന റോഡായതുകൊണ്ട് നല്ല രീതിയിൽ അവർ ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹെഡ്സെറ്റ് കണ്ടോ, ഡ്രൈവറിൻ്റെ ചെവി നോക്കിയാൽ ഹെഡ്സെറ്റ് ഉണ്ടാവും. എന്തായിരുന്നാലും പേടി, അത് കാരണം പേടിച്ച് ഉറക്കം വന്നില്ല. എവിടെയെങ്കിലും പാട്ട് കേട്ട് ബൂം ബൂം അടിച്ച് ഇവിടെ വീഴുമെന്നുള്ള പേടിയായിരുന്നു. ഞങ്ങളെന്തായിരുന്നാലും എൻജോയ് ചെയ്ത് പോവുമായിരുന്നു. അതിൻ്റെ ഇടയിൽ കുളത്തൂപ്പുഴ ഒരു ബസ് സ്റ്റാൻഡിൽ കയറി. ഒരു പ്രേതാലയം തന്നെ, ഒരു ലൈറ്റും ഇല്ല, ഒരു മനുഷ്യനില്ലാത്തൊരു സ്ഥലം. നിങ്ങൾ തന്നെ നോക്കിയാൽ ശരിക്കും പേടിയാവും. ആ സ്റ്റാൻഡിൽ ഒരു ഈച്ച പോലും ഇല്ല. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വെളിയിൽ ഇറങ്ങിയാൽ മതി തന്നെ. അതിൻ്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് തന്നെ നമ്മൾ പേടിച്ചു പോകും സത്യം പറഞ്ഞു. അങ്ങനെ വല്ലാത്തൊരു ട്രാവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ബാക്കി നെക്സ്റ്റ് തമിഴ്നാട്ടിൽ പോയിട്ടുള്ള വീഡിയോസ് എല്ലാം അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാം.